ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കൊന്നുമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ്സുകളെക്കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ മുമ്പ് ചെയ്ത വീഡിയോസും ഇനി വരാനിരിക്കുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചാനലിലൂടെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് പേപ്പർ ക്യാരി ബാഗ് മേഖലയെക്കുറിച്ചാണ്. പേപ്പർ ക്യാരി ബാഗിൻ്റെ മേക്കിംഗ്, അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ വീഡിയോസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ പേപ്പർ ക്യാരി ബാഗ് ചെയ്യാൻ ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ ബിസിനസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പേപ്പർ ക്യാരി ബാഗ് മേഖലയിലേക്ക് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പേപ്പർ തന്നെയാണ്. പേപ്പർ റോളായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് തമിഴ്നാട്, ഡൽഹി ഏരിയയിൽ നിന്നൊക്കെ പേപ്പർ റോൾസ് അവൈലബിൾ ആയിരിക്കും. അത് ബൾക്കായിട്ട് എടുത്ത് വന്നിട്ട് നമുക്ക് ഒരു കട്ടിംഗ് മെഷീനാണ് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ പേപ്പർ റോൾ കട്ടിംഗ് മെഷീൻ ആവശ്യമുണ്ട്. ഒരു 3.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്ന രീതിയിൽ പേപ്പർ കട്ടിംഗ് മെഷീൻസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് നമുക്ക് പേപ്പർ കറക്റ്റായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സൈസുകളിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹാൻഡിൽസ് ആണ്. പേപ്പർ ബാഗിൽ ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹാൻഡിൽസ് പേപ്പർ ഹാൻഡിൽസ് ഉണ്ട്, നൈലോൺ ഹാൻഡിൽസ് ഉണ്ട്, കോട്ടൺ റോപ്പ് ഹാൻഡിൽസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റിയിലുള്ള കളേഴ്സിലുള്ള ഹാൻഡിൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽസ്, അതേപോലെ നൈലോൺ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ ബൾക്കായിട്ട് റോളായിട്ടൊക്കെ വരുന്നതുണ്ട്. അതുപോലുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുത്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. പിന്നീട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് പശ. പശ പല വെറൈറ്റി ഉണ്ട്, പല ക്വാളിറ്റിയിലുണ്ട്, പല കമ്പനിയുടേതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പശയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ പശ ഏതൊക്കെ പശയാണ് നമ്മൾ പേപ്പർ ബാഗ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള ഗം നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സെയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പേപ്പർ ക്യാരി ബാഗ് മേഖലയോടനുബന്ധിച്ചുള്ള ഒരുപാട് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലൊരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പേപ്പർ ക്യാരി ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കേരളത്തിൽ നന്നേ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബിസിനസ് റോ മെറ്റീരിയൽസ് നല്ല രീതിയിൽ അവൈലബിൾ ആക്കുക. ഇത് ബാഗ് മേക്കിങ്ങിന് മാത്രമല്ല കേട്ടോ, കേക്ക് ബോക്സ് മേക്ക് ചെയ്യാനും അതുപോലെ കാർഡുകൾ മേക്ക് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പേപ്പറിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓൾ ഇൻ ഓൾ ഷോപ്പ്, ഒരു പേപ്പർ മാർട്ട് പോലെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു മേഖലയെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം ആവശ്യമാണ്. മാത്രമല്ല കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യം വരും, നല്ലൊരു സ്പേസ് ആവശ്യമാണ്, കുറച്ച് മെഷീനറീസും നമുക്ക് വേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.